വ്യക്തിപരമായി ഒരു പുരുഷൻ എന്ന നിലയിൽ എന്നെ ഒരു ഫെമിനിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കാൻ സഹായിച്ചിട്ടുള്ള പല ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് പല സന്ദർഭങ്ങളിലും ഫ്ലിപ്പ് ടെസ്റ്റ് എന്നൊരു മെന്റൽ ടെസ്റ്റ് ചെയ്തു നോക്കുക എന്നത്. എന്താണ് ഈ ഫ്ലിപ്പ് ടെസ്റ്റ് എന്ന് ഞാൻ പറയാം. ഉദാഹരണത്തിന് ഒരു കല്യാണം നടക്കുന്നു എന്ന് കരുതുക. നമ്മുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് പെണ്ണ് ആണിന്റെ വീട്ടിൽ താമസിക്കണം. ഇതിലൊരു തെറ്റോ പ്രശ്നമോ തോന്നാത്തവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ ഒരു സാങ്കല്പികമായ പരീക്ഷണം എന്ന നിലയ്ക്ക് നമുക്കതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. അതായത് ആൺ കല്യാണത്തിന് ശേഷം പെണ്ണിന്റെ വീട്ടിൽ പോയി നിൽക്കണം. ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് എന്നെ അത്ര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒന്നല്ല അത്. ഒരു പരിചയവുമില്ലാത്ത ഒരു കുടുംബത്തിൽ പോയി നിൽക്കുന്നതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കില്ലേ സ്ത്രീകളിൽ പലർക്കും. ഇതുപോലെ യാത്രാ സ്വാതന്ത്ര്യം, വസ്ത്ര സ്വാതന്ത്ര്യം, സ്വന്തം ശരീരത്തിന് മേലുള്ള അവകാശം, അങ്ങനെ പല കാര്യങ്ങളിലും ഫ്ലിപ്പ് ടെസ്റ്റ് നടത്തിയാൽ മതിയാകും സ്ത്രീകൾക്ക് ഇപ്പോഴും പുരുഷന്റെ അത്ര തുല്യതയോ അവസരങ്ങളോ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനും. ഈ ഫ്ലിപ്പ് ടെസ്റ്റ് പുരുഷന്മാരെ ഫെമിനിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കാൻ മാത്രമല്ല സഹായിക്കുക, മിക്ക സന്ദർഭങ്ങളിലും മറ്റൊരാളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനും കുറച്ചുകൂടി എമ്പതിയോടെ തീരുമാനങ്ങൾ എടുക്കാനും നമ്മൾ എല്ലാവരെയും സഹായിക്കും. ഉദാഹരണത്തിന് ഒരു റെസ്റ്റോറന്റിൽ വെയിറ്ററിനോട് മോശമായി പെരുമാറുന്നവർ ആ വെയിറ്ററിന്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ എന്നൊന്ന് ചിന്തിച്ചാൽ മതി അത് എത്ര തെറ്റാണെന്ന് മനസ്സിലാക്കാൻ. ഇത്രയും പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വിവാദമായ ശ്രീലക്ഷ്മി അരക്കൽ എന്നൊരു സ്ത്രീ എഴുതിയ പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഈ പോസ്റ്റിലെ പ്രശ്നം മനസ്സിലാക്കാൻ ശ്രീലക്ഷ്മിയും ഇനി ശ്രീലക്ഷ്മിയെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലിപ്പ് ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയാൽ മതി. അതായത് സ്ത്രീക്ക് പകരം ഒരു പുരുഷനാണ് ആ പോസ്റ്റ് എഴുതിയതെന്ന് കരുതുക. പുരുഷ ലൈംഗികാവയവത്തിന് പകരം സ്ത്രീ ലൈംഗികാവയവമാണ് പോസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും സ്ത്രീയെയും സ്ത്രീയുടെ പാർട്ട്ണറുമായുള്ള ബന്ധത്തെയും അവളുടെ ലൈംഗികാവയവത്തിലേക്ക് മാത്രം ചുരുക്കുന്നതായിരിക്കും ആ പോസ്റ്റ് എന്ന്. അതിനെ തന്നെയാണ് ഒരു തരത്തിൽ നമ്മൾ വിമൻ ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് പറയുക. ഇവിടെ ഞാൻ ശ്രീലക്ഷ്മിയും ശ്രീലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നവരുമെന്ന് എടുത്തു പറയാൻ കാരണം ഞാൻ കണ്ടിടത്തോളം ഫെമിനിസ്റ്റുകൾ അടക്കം ബഹുഭൂരിപക്ഷം പേരും ആ പോസ്റ്റിലെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും അതിനെ വിമർശിക്കുകയുമാണ് ചെയ്തത്. ഈ പോസ്റ്റ് കണ്ട് വിഷമം തോന്നി വിമർശിച്ചവരിൽ രണ്ട് തരം ആളുകൾ ഉണ്ടാകും. ഒന്ന് ബോഡി ഷേമിംഗ്, തെറിവിളി, ലൈംഗികാധിക്ഷേപം, ഒബ്ജക്ടിഫിക്കേഷൻ ഇതിനെയൊക്കെ എതിർക്കുന്ന ആശയങ്ങളെ മാത്രം മാന്യമായി വിമർശിക്കുന്നവർ. അവർ ഈ പോസ്റ്റിനെയും വിമർശിച്ചത് നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പോസ്റ്റുകൾക്കടിയിൽ ചെന്ന് അവരെ ലൈംഗികമായി അധിക്ഷേപിക്കുകയും തെറി വിളിക്കുകയും ഒബ്ജക്ടിഫൈ ചെയ്യുകയും ബോഡി ഷേമിംഗ് നടത്തുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നവരാണ്. അവർ മറ്റുള്ളവരുടെ അടുത്ത് ചെയ്തിരുന്ന അതേ മോശപ്പെട്ട ഭാഷയും ആറ്റിറ്റ്യൂഡുമാണ് ഈ പോസ്റ്റിനുമുള്ളത്. അപ്പൊ ഈ പോസ്റ്റിനെ വിമർശിക്കുകയും അതേസമയം സ്വന്തം തെറ്റ് തിരിച്ചറിയാത്തവരുമാണെങ്കിൽ നിങ്ങൾ ഇതുവരെ നടത്തിയിട്ടുള്ള ബോഡി ഷേമിംഗ്, ലൈംഗിക അധിക്ഷേപം, തെറിവിളികൾ ഇതിലൊക്കെ സ്വയം ഒരു ഫ്ലിപ്പ് ടെസ്റ്റ് നടത്തി നോക്കാവുന്നതാണ്. നമുക്കിനി ശ്രീലക്ഷ്മിയുടെ പോസ്റ്റിലേക്ക് തിരിച്ചു വരാം. ആ പോസ്റ്റിലെ മറ്റ് പ്രശ്നങ്ങൾ നോക്കാം. ഒരാൾ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നത് ഒരൊറ്റ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാകണമെന്നില്ല. അതിന്റെ അർത്ഥം പെനിട്രേറ്റീവ് സെക്സിന് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്നത് തെറ്റാണെന്നല്ല. പക്ഷെ എല്ലാവരുടെയും കാര്യത്തിൽ അതിനായിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇടുന്നത് തെറ്റായ അല്ലെങ്കിൽ അശാസ്ത്രീയമായ ഒരു അറിവാണ് കൊടുക്കുന്നത്. അടുത്തത് പുരുഷന്മാർക്ക് തുറന്നു പറയാൻ മടിയുള്ള ഒരുപാട് സ്റ്റിഗ്മ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നത്. പലപ്പോഴും അതിന്റെ കാരണം പുരുഷന്മാരും പാട്രിയാർക്കിയും ഒക്കെ തന്നെയാണ്. ഈ ഒരു പോസ്റ്റിൽ ആ സ്റ്റിഗ്മയെ കൂടുതൽ ഉറപ്പിക്കുകയും ആ ഒരു പ്രശ്നത്തെ പരിഹസിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഇതിനെ ചുറ്റിയുള്ള സ്റ്റിഗ്മ കുറയ്ക്കാനും അത് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഈ ഒരു പോസ്റ്റ് അതുള്ളവരെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും പേഴ്സണലായി അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെയൊരു അനുഭവം നേരിട്ട് ദുരിതത്തിലായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവരോട് ദേഷ്യം തോന്നും. പ്രത്യേകിച്ച് അയാൾ ഒരു പരിഹാര മാർഗവും കണ്ടെത്താൻ ശ്രമിക്കാതെ സ്ത്രീയെ കുറ്റം പറഞ്ഞിരിക്കുകയാണെങ്കിൽ. അങ്ങനെയുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് അതുപോലെ എഴുതുന്നതിൽ തെറ്റില്ല. പക്ഷെ ജനറലായി എഴുതുമ്പോൾ സമൂഹത്തിലെ എല്ലാവരെയും കൺസിഡർ ചെയ്ത് കുറച്ചുകൂടി റെസ്പോൺസിബിളായി എഴുതേണ്ടതുണ്ട്. ഇനി ശ്രീലക്ഷ്മി ഉദ്ദേശിച്ചത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സെക്ഷലി രണ്ടുപേരും കമ്പാറ്റബിൾ ആണെന്നത് ഉറപ്പുവരുത്തണമെന്നാണെങ്കിൽ അത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പക്ഷേ പോസ്റ്റ് വേറൊരു വഴിക്ക് പോയതുകൊണ്ട് അങ്ങനെയൊരു ചർച്ചയല്ല അതിനു പുറത്ത് നടന്നത്. ഒരു പക്ഷേ സെക്ഷൽ കമ്പാറ്റിബിലിറ്റി ഇല്ലാതെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളായിരിക്കാം. എന്നിരുന്നാലും സെക്ഷൽ കമ്പാറ്റിബിലിറ്റി എന്നത് ഒരു റിലേഷൻഷിപ്പിലെ രണ്ടുപേർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ജനറലായി സംസാരിക്കുമ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് വേണ്ടത്. അല്ലാതെ പുരുഷന്മാർ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെ ഒബ്ജക്ടിഫൈ ചെയ്തുകൊണ്ടുള്ള ചർച്ചകളല്ല വേണ്ടത്. അതൊക്കെ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാനേ സഹായിക്കൂ. പോസ്റ്റിലെ അടുത്ത പ്രശ്നം, പല കാരണങ്ങൾ കൊണ്ട് പെനിട്രേറ്റീവ് സെക്സ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാകാം, ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ടാകാം, ചെയ്യേണ്ട ആവശ്യമേ ഇല്ലാത്തവരുണ്ടാകാം. എന്ന് വെച്ച് അവരുടെ സെക്സ് ലൈഫ് ഡള്ളാകണമെന്നില്ല. ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള സെക്സിനേക്കാൾ മറ്റു തരത്തിലുള്ള സെക്സ് ആഘോഷിക്കുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ടാകും. തീർച്ചയായും ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള പോലെ ഏത് തരം സെക്സിനും കമ്പാറ്റബിൾ ആയ ഒരു പാർട്ട്ണറെ കിട്ടണം. അപ്പോൾ കമ്പാറ്റബിലിറ്റി എന്നതാണ് മുഖ്യം. പക്ഷെ ആ പോസ്റ്റ് ഒരു പ്രത്യേകതരം സെക്സാണ് എല്ലാം എന്ന ടോണിലാണ് വരുന്നത്. സുഹൃത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ അത് ശരിയായിരിക്കാം, പക്ഷെ അത് ജനറലൈസ് ചെയ്യുന്നത് തെറ്റാണ്. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാത്തൊരു പ്രവൃത്തിയാണത്.
ചുരുക്കത്തിൽ രണ്ടുപേർ അവരുടേതായ രീതിയിൽ അവരുടെ സെക്സ് ലൈഫിൽ പൂർണ്ണ സംതൃപ്തരാണെങ്കിൽ അവിടെ പെനെട്രേറ്റീവ് സെക്സ് എന്നതൊക്കെ ഒരു ഘടകമേ ആയിരിക്കണമെന്നില്ല. ഉദാഹരണത്തിന് ട്രാൻസ്, സെയിം സെക്സ് കപ്പിൾ, ഡിസേബിൾഡ് ആയിട്ടുള്ളവർ ഇവരൊക്കെ തന്നെ അവരുടേതായ രീതിയിൽ സെക്സ് ലൈഫ് ആസ്വദിക്കുന്നവരാണ്. മൊത്തത്തിൽ ആ പോസ്റ്റിലെ പ്രശ്നങ്ങൾ എന്നത് ഒന്ന്, പേഴ്സണലായ ഒരു എക്സ്പീരിയൻസ് ജനറലൈസ് ചെയ്ത് തെറ്റായ അശാസ്ത്രീയമായ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ ശ്രമിച്ചു. 2, പുരുഷന്മാരെ ഒബ്ജക്ടിഫൈ ചെയ്തു. 3, ഒട്ടും ഇൻക്ലൂസീവ് ആയില്ല. ആ പറഞ്ഞിരിക്കുന്നതിൽ സെക്ഷൽ കമ്പാറ്റിബിലിറ്റി എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒരു പക്ഷേ ശ്രീലക്ഷ്മി ആ പോസ്റ്റ് എഴുതിയപ്പോൾ ഉദ്ദേശിച്ചത് ഇത് മാത്രമായിരിക്കാം. പക്ഷെ ആ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതെല്ലാം കൂടിയാണ്. ഇതുപോലുള്ള പോസ്റ്റുകൾ, ആണത്തം എന്നത് ഒരു അവയവത്തിന്റെ പ്രവർത്തനത്തിലേക്ക് മാത്രമായി ചുരുക്കുന്നത്, ആൽഫാമെയിൽ ആഘോഷങ്ങൾ, ഇതൊക്കെ ആണുങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായ രീതിയിൽ അഡ്രസ് ചെയ്യുന്നതിന് പകരം അവരിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കുത്തിവെച്ച് അഗ്രസീവായി പെരുമാറുന്നതിലേക്കും അതിലൂടെ അവരെയും ചുറ്റിലുമുള്ള എല്ലാവരെയും മോശമായി ബാധിക്കുന്നതിലേക്കുമാണ് നയിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ മാത്രം പ്രതികരിക്കാൻ നിൽക്കാതെ ഇത്തരം തെറ്റായ ധാരണകൾ ആര് പറഞ്ഞാലും മാന്യമായ രീതിയിൽ പ്രതികരിച്ച് അവരുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.